friends, welcome back to our channel Cooking World. ഇന്നത്തെ റെസിപ്പി നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നമ്മുടെ ഫേവറേറ്റ് ആയ സമൂസയാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റിൽ വീട്ടിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സമൂസ ഇതുവരെ വീട്ടിൽ ഉണ്ടാക്കാത്തവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിലും ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ആണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. സമൂസ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കിയാലോ. ആദ്യം നമുക്ക് സമൂസ ഫില്ലിങ്സ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി നമുക്ക് ആദ്യം ഒരു ഫ്രൈ പാൻ എടുക്കാം. ഇതിലോട്ട് 2 ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് നമുക്കതിലോട്ട് 2 വലിയുള്ളി മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിലോട്ട് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് 1 ടീസ്പൂൺ ഇട്ട് കൊടുത്ത് അതും കൂടി ചേർത്ത് പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ശേഷം നമുക്ക് ഇതിലോട്ട് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞ് ഇതിലോട്ട് ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇനി നമുക്ക് മല്ലിയില നന്നായിട്ട് വഴറ്റിയെടുക്കാം. 2 തക്കാളി, നല്ല പഴുത്ത തക്കാളിയാണ്, അത് ചെറിയ പീസായി കട്ട് ചെയ്താണ്, അത് നമുക്ക് ഇതിലോട്ട് ചേർക്കാം. തക്കാളി ചേർത്ത ശേഷം ഇനി നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. കാശ്മീരി ചില്ലി പൗഡറിന് കളർ ഉണ്ടാവും, അത്ര എരിവ് കുറവായിരിക്കും. ഇനി നമുക്ക് അതിലോട്ട് ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ ചേർക്കാം. 1/2 ടീസ്പൂൺ അളവിൽ നമുക്ക് ഇതിലോട്ട് ചിക്കൻ മസാലയും കൂടി ചേർക്കാം. അപ്പോൾ നമ്മളിതാ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഒരു ചിക്കൻ ക്യൂബ് നമുക്ക് ഇതിലോട്ട് ചേർക്കാം. ചിക്കൻ ക്യൂബ് ഇതിന് നല്ലൊരു ടേസ്റ്റാണ്. ചിക്കൻ സമൂസ ആയതുകൊണ്ടാണ് ചിക്കൻ ക്യൂബ് ചേർക്കുന്നത്. കൈകൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പൊടിച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അലിഞ്ഞു പോകും. ഉപ്പിൻ്റെ ടേസ്റ്റാണ് ഇതിന്. അതിനുശേഷം എന്നിട്ട് നമുക്ക് ഈ മസാലയും ഉള്ളിയും എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഗ്യാസ് സിമ്മിലിട്ട് വേണം വഴറ്റാൻ. പൊടികളുടെ പച്ചമണം മാറുന്ന വരെ നമുക്കിത് വഴറ്റി കൊടുക്കാം. ഉള്ളിയും തക്കാളിയും എല്ലാം മസാലയും കൂടി നന്നായിട്ട് ചേർന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് വേവിച്ചിടാം. ചിക്കനാണ് അതിൻ്റെ എല്ലൊക്കെ നമ്മൾ കളഞ്ഞിട്ടുണ്ട്. ചിക്കനെ പൊടിയാക്കി എടുത്തതാണിത്. ഇതും നമുക്ക് ഇതിലോട്ട് ചേർക്കാം. മസാല എല്ലാ സൈഡിലും എത്തുന്ന രീതിയിൽ ആക്കി കൊടുത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം. ചിക്കൻ ക്യൂബ്സിലും വേവിച്ചെടുത്ത് ചിക്കനിലൊക്കെ ഉപ്പ് ഉണ്ടായതുകൊണ്ട് നമ്മൾ സ്വല്പം ഉപ്പ് ചേർത്താൽ മതി. ഇനി നമുക്ക് ഇതിലോട്ട് ചേർക്കേണ്ടത് വേവിച്ചെടുത്ത ഉരുളക്കിഴങ്ങാണ്, നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലോട്ട് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാല എല്ലാ സൈഡിലും എത്തുന്ന രീതിയിലോട്ട് നന്നായിട്ട് കരണ്ടി വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ സമൂസ ഫില്ല് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വെക്കാം. റെഡിയായി കിട്ടിയ സമൂസ ഫില്ലിങ്സിന് നമുക്ക് ചില ചൂടാറി കിട്ടാൻ വേണ്ടി മാറ്റി വെക്കാം. ലാസ്റ്റായിട്ട് ഞാൻ ഉണ്ടാക്കേണ്ടത് പേസ്റ്റാണ്. ഇത് ഒട്ടിക്കാനുള്ളൊരു പേസ്റ്റ് നമുക്ക് ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്ന് ഉണ്ടാക്കേണ്ടത്, കുറച്ച് മൈദയിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് തിക്നെസ് ആയി കിട്ടണം. നമ്മുടെ പേസ്റ്റ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് സമൂസ ലീഫാണ്. സമൂസ ലീഫ് നല്ല തിന്നായിട്ടുള്ള സമൂസ ലീഫാണ്. ഇതിന് നമുക്ക് ട്രയാങ്കിൾ ഷേപ്പിലൊന്ന് മടക്കാം. ഇതുപോലെ ഇങ്ങനെ ഒരു സൈഡിലോട്ട് മടക്കാം. എന്നിട്ട് നമ്മളെ പേസ്റ്റ് ജസ്റ്റ് ഇതുപോലെ അങ്ങനെ തേച്ച് കൊടുക്കാം. ഇതുപോലെ പേസ്റ്റിന് ടച്ച് ചെയ്തുകൊണ്ട് ഈ സൈഡിലോട്ട് സിമ്പിളായിട്ടൊന്ന് മടക്കി കൊടുക്കാം. നമ്മൾ ചൂടാറാൻ മാറ്റി വെച്ച ഫില്ലിങ്സിൽ നിന്ന് 2 ടീസ്പൂൺ നമുക്ക് ഇതിലോട്ട് നിറച്ച് കൊടുക്കാം. നമ്മളിതിൻ്റെ ഉള്ളിലോട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. ഈ ഫില്ലിങ്സ് അതിൻ്റെ ഉള്ളിലോട്ട് അങ്ങോട്ട് ഇറങ്ങി നിൽക്കും. ഇപ്പോൾ ഫില്ലിങ്സ് ഒക്കെ നിറച്ചു. നമുക്ക് ഇതിനെ തിരിച്ച് പിടിക്കാം. അപ്പോൾ ബാക്കി ലീവ്സ് മുകളിലോട്ട് വരും. അതിനൊന്ന് ക്രോസ് ചെയ്ത് ഇതുപോലെ ഒന്ന് കൊടുത്ത ശേഷം ഇങ്ങനെ തിരിച്ച് പിടിച്ച് ബാക്കി സ്ഥലത്ത് കൂടി നമുക്ക് പേസ്റ്റ് തേച്ച ശേഷം ഇതുകൂടി ഒന്ന് ഒട്ടിക്കാം. അതിനുശേഷം നേരെ തിരിച്ച് ബാക്കിൽ കണ്ട കുറച്ച് സ്ഥലം ഒട്ടിക്കാത്തുണ്ട്, അവിടെയും കൂടി നമുക്ക് പേസ്റ്റ് തേച്ച് ഇതുപോലെ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഫില്ലിങ്സ് തീരോളം ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇപ്പോൾ ഫില്ലിങ്സ് ഒക്കെ തീർന്ന് നമ്മൾ സമൂസ ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ടാക്കി വന്ന് നോക്കുമ്പോൾ ഒരു 23 സമൂസ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ സമൂസനൊക്കെ ഒന്ന് വറുത്തെടുക്കാം. ഓയിൽ ഉപയോഗിച്ച് വെളിച്ചെണ്ണ ഉപയോഗിച്ചോ നമുക്ക് വറക്കാം. ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. എണ്ണ നന്നായി ചൂടായ ശേഷം നമുക്ക് ഇതിലോട്ട് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് മുറുകി കിട്ടും ഈ സമൂസ. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുത്ത് അത് കോരിയെടുക്കാം.
അപ്പോൾ നമ്മുടെ സമൂസ റെഡി ആയിട്ടുണ്ട്. ഇതുവരെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്